ഇത് നമ്മുടെ പുതിയ ചാനലാണ്. ഈ ചാനലിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രൊഡക്റ്റ് റിവ്യൂ, വെഹിക്കിൾ റിവ്യൂ, കുക്കറി ഷോസ്, അതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് വീഡിയോസാണ് നിങ്ങളിലേക്ക് നമ്മൾ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മളെടുത്തുള്ളൊരു 95 മോഡൽ ചേതക്കാണ്. ഇതാണ് വണ്ടി. അപ്പം ആദ്യം തന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റിൽ നിന്ന് തുടങ്ങാം. നമുക്ക് ഒരു ക്രോം ഫിനിഷിങ്ങിലാണ് ഹെഡ്ലൈറ്റ് വരുന്നത്. അതിൽ ഹാലോജൻ ബൾബ് ആണ് നമ്മൾ അതിൽ കൊടുത്തിരിക്കുന്നത്. എക്സ്ട്രാ ഒരു പാർക്ക് ബൾബ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ ഒരു നോസ് വരുന്നുണ്ട്. 2 സൈഡായിട്ടാണ് ഇൻഡിക്കേറ്റർ വരുന്നത്. നമ്പർ പ്ലേറ്റ് അവിടെ ഉണ്ട്, ലെഫ്റ്റ് സൈഡിലാണ്. പിന്നെ ചേതക്കിൻ്റെ ഒരു ബാഡ്ജിങ് കൂടെ കൊടുത്തിട്ടുണ്ട്. ബജാജിൻ്റെ ബാഡ്ജിങ് ഉണ്ട്, ലോഗോ ഉണ്ട്, ഒക്കെയാണ് ഈ നോസിനകത്ത് വരുന്നത്. പിന്നെ ഹോണ് വന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് ഹോണ് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹോണാണ്. പിന്നെ ഇതിൻ്റെ മഡ്ഗാർഡിൻ്റെ മുകളിലേക്ക് വരികയാണെങ്കിൽ ഒരു മോണോഗ്രാം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സൈഡിൽ ഒരു ബീഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സസ്പെൻഷനിലേക്ക് വരികയാണെങ്കിൽ ഇതൊരു കോയിൽ സ്പ്രിംഗ് ടൈപ്പ് സസ്പെൻഷനാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സസ്പെൻഷനാണ്, എന്നാലും കുറച്ച് ഹാർഡാണ് സസ്പെൻഷൻ. ഫ്രണ്ടിൽ ഒരു ചെറിയൊരു അടി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു കംഫർട്ട് നമുക്ക് ചേതക്കിന് കിട്ടും. 350/10 ഇതിൻ്റെ ടയറിൻ്റെ സൈസ് വരുന്നത്. പിന്നെ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ഇതിൻ്റെ ഫൂട്ടിലാണ് ഇതിൻ്റെ ബ്രേക്ക് പാഡിൽ വരുന്നത്. ഇത് വേറൊരു മോഡലായിരുന്നു, ഇത് ന്യൂ മോഡലിലേക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് ബ്രേക്കിൻ്റെ പെഡൽ. പിന്നെ സൈഡിലേക്ക് വരികയാണെങ്കിൽ സൈഡ് കവർ കാര്യങ്ങളുണ്ട്. ഇവിടെ ഒരു ഗ്രില്ല് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് റൈറ്റ് സൈഡിലാണ് ചേതക്കിന് എഞ്ചിന് വരുന്നത്. 2 സ്ട്രോക്ക് ഒരു പെട്രോൾ എഞ്ചിനാണ് ഇതിൽ വരുന്നത്. 150 cc ഒരു എഞ്ചിനാണ് വരുന്നത്. കിക്കറും റൈറ്റ് സൈഡിലാണ് നമുക്ക് വന്നിട്ടുള്ളത്. സെൻട്രലായിട്ടാണ് നമുക്ക് പെട്രോളിൻ്റെ ലിഡ് കാര്യങ്ങളൊക്കെ ഉള്ളത്. ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ഓയിൽ കൂട്ടിയിട്ടാണ് നമ്മൾ പെട്രോൾ അടിക്കുക. പിന്നെ ബാക്കിലേക്ക് വരികയാണെങ്കിൽ ടെയിൽ ലൈറ്റ് ഇവിടെ വരുന്നുണ്ട്. അതിൽ ഇൻബിൽറ്റ് ആയിട്ടാണ് നമുക്ക് റൈറ്റും ലെഫ്റ്റും ഇൻഡിക്കേറ്റർ വന്നിട്ടുള്ളത്. പിന്നെ നമ്പർ പ്ലേറ്റ് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ അത് നമുക്ക് സ്റ്റെപ്പിനി കാരിയറാണ്. ഞാൻ സ്റ്റെപ്പിനി എടുത്ത് ഒഴിവാക്കിയതാണ്. നമുക്ക് നല്ല ടയർ കുഴപ്പമില്ലാത്തതിനെ കൊണ്ട് സ്റ്റെപ്പിനി കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് ഒഴിവാക്കിയാണ്. കാരിയർ സെപ്പറേറ്റ് വെച്ച് തന്നെയാണ്. പിന്നെ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ സൈഡിലൊരു ബോക്സ് കാര്യങ്ങളുണ്ട്. അത്യാവശ്യം സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ ഉള്ള വെക്കാൻ പറ്റിയൊരു ബോക്സാണ്. ഇതിൽ നമുക്ക് ഫുഡ് സ്റ്റെപ്പ് കാര്യങ്ങൾ വരുന്നുണ്ട്. ലോക്കാക്കാൻ പറ്റിയ ഓപ്പൺ ചെയ്യാം. ഇതാണ് ഫുഡ് സ്റ്റെപ്പ് വരുന്നത്. ഇതിൽ ഫ്രണ്ട് സീറ്റ് നമുക്ക് സ്പ്രിംഗ് ആക്ഷൻ ടൈപ്പ് സീറ്റാണ് വരുന്നത്. നല്ല കംഫർട്ടാണ് വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട്. റൈഡർക്ക് നല്ല കംഫർട്ടുള്ള സീറ്റാണ് വരുന്നത്. ബാക്ക് സീറ്റ് പറയുകയാണെങ്കിൽ അത്ര കംഫർട്ടല്ല. ബാക്കിൽ സസ്പെൻഷനും കോയിൽ സ്പ്രിംഗ് നോർമൽ ഷോക്കാണ് വരുന്നത്. അതുകൊണ്ട് വലിയ കംഫർട്ട് അത്ര ഉണ്ടാവില്ല. പക്ഷേ അച്ചമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതിൽ ചേതക്കിലിരിക്കാൻ. ഹൈറ്റ് കുറവായതിനെ കൊണ്ട് ഇതിൽ കാല് വെച്ചിട്ട് സൈഡിലേക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് അച്ചമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണിത്. കാരണം നമ്മുടെ സ്റ്റെപ്പിനീൻ്റെ കേരിയറും കാര്യങ്ങളൊക്കെ ഉള്ളതിനെ കൊണ്ട് ഇതിൽ പിടിച്ചിരിക്കാൻ നല്ല കംഫർട്ടാണ്, അച്ചമ്മ എപ്പോഴും പറയും. പെട്രോളിൻ്റെ ഓഫ് ഓണിൻ്റെ ബട്ടൺ നമുക്ക് ഇവിടെയാണ് വരുന്നത്. പിന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് തൂക്കിയിടാൻ വേണ്ടിയിട്ട് ഒരു ഹൂക്ക് കാര്യങ്ങളൊക്കെ ഇതിൽ ബജാജ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ സ്പെഷ്യലായിട്ട് ചെയ്തത് വെച്ചാൽ ഇതിൽ ഡൈനാമോ ആണ് വരിക. അത് നമ്മൾ ബാറ്ററിയിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹോണ്, പിന്നെ ഇൻഡിക്കേറ്റേഴ്സ്, ബൾബ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇലക്ട്രോണിക്, അതായത് ബാറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത്. അത് നമുക്ക് അഡീഷണൽ പുറത്തുനിന്ന് ചെയ്താണത്. ഹാൻഡിൽ ബാറിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് മീറ്റർ കൺസോൾ സെൻട്രലായിട്ടാണ് ഇൻബിൽറ്റ് ഉള്ളത്. അതിലൊരു ബജാജിൻ്റെ ലോഗോ കാര്യങ്ങളൊക്കെ ഉണ്ട്. എക്കണോമി സ്പീഡ് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. 120 ആണ് നമുക്ക് ഫുൾ സ്പീഡ് വരുന്നത്. പിന്നെ റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഫ്രണ്ട് ബ്രേക്ക് പെഡൽ, ആക്സിലേറ്റർ, അതുപോലെ ഹെഡ്ലൈറ്റിൻ്റെ ഡിമ്മ്, ബ്രൈറ്റ്, ഹെഡ്ലൈറ്റ്, ഓണ്, ഓഫ്, ഹോണ്, പിന്നെ ഹോണിൻ്റെ ബട്ടൺ ഇവിടെ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻജിൻ കിൽ ഓഫ് ബട്ടൺ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. നോക്കണം, 1995 ചേതക്ക് ഇറങ്ങിയപ്പോഴും ബജാജ് ഈ ഒരു ഓപ്ഷൻ നമുക്ക് ആ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് 4 സ്പീഡ് കേബിൾ ടൈപ്പ് ഗിയറാണ് ഇതിൽ വരുന്നത്. ഒന്ന് മുകളിലേക്കും ബാക്കിയൊക്കെ താഴോട്ടുള്ള ഗിയറാണ്. ഇൻഡിക്കേറ്റർ നമുക്ക് ലെഫ്റ്റ് സൈഡായിട്ടാണ് വരുന്നത്. ക്ലച്ച് അത്ര സ്മൂത്തല്ല, ചെറിയൊരു ടൈറ്റ് ഉണ്ടാകും. പക്ഷേ കൊണ്ടുനടക്കാനും നല്ലൊരു യൂസ് ചെയ്യാൻ നല്ല സുഖമാണ് എന്തായാലും ചേതക്കിനെ പറ്റി പറയുമ്പോൾ. മിറേഴ്സ് ഞാൻ 2 എണ്ണം ചെയ്തിട്ടുണ്ട്. ആദ്യം ഒന്നായിരുന്നു ഉണ്ടായിരുന്നത്, അത് ഞാൻ എക്സ്ട്രാ ഒന്നുകൂടി ലെഫ്റ്റിൽ ചെയ്തിട്ടുണ്ട്. നല്ല വ്യൂ ആണ് കേട്ടോ. 2 സൈഡും നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് റൈഡർക്ക് നല്ല വ്യൂ ഉള്ളൊരു മിറേഴ്സാണ് ഞാൻ ചെയ്തത്. ഇനി നമുക്ക് ചേതക്ക് എങ്ങനെ സ്റ്റാർട്ടാക്കാൻ നോക്കാം.
അപ്പോൾ അതിന് ആദ്യമായിട്ട് നമ്മൾ കീ ഓൺ ആക്കിയിട്ട് വണ്ടി റൈറ്റ് സൈഡിലേക്ക്, അതായത് നമ്മളെ എൻജിൻ റൈറ്റ് സൈഡാണ് നമുക്ക് വരുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് ഒന്ന് ചെരിക്കണം, കാരണം അത് ഫ്യൂവൽ ടാങ്കിൽ നിന്ന് എൻജിനിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ജസ്റ്റ് ഒരു 3 സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ആ ഫ്യൂവൽ ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഒന്നുകൂടെ നിർത്തിയിട്ട് ഇങ്ങനെയാണ് ചേർന്ന് സ്റ്റാർട്ട്. ഞങ്ങൾ വണ്ടി എടുത്തിട്ട്, ഞങ്ങളെന്ന് പറഞ്ഞാൽ അച്ഛൻ വാങ്ങിയതാണ്. അച്ഛൻ്റെ അടുത്ത് ഇതിൻ്റെ മുന്നേ വേറെ വിജയ് സൂപ്പർ അങ്ങനത്തെ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കൊടുത്താണ്. നമ്മൾ കണ്ട ഓർമ്മ തന്നെ ഉള്ളൂ അതൊക്കെ. പിന്നെ 16-17 വർഷത്തിൻ്റെ അടുത്തായി ഇതിപ്പോൾ ഞങ്ങളെ കൂടെ കൂടിയിട്ട്. ഇതിൻ്റെ പെർഫോമൻസ് അത്യുഗ്രനാണ്, കാരണം ഇത് ഓടിക്കുന്ന ഒരു സുഖം ബൈക്കിന് കിട്ടൂല. അപ്പോൾ അങ്ങനെ 10-16 കൊല്ലമായിട്ട് നമ്മളെ കൂടെ ഉള്ള ഒരു സ്വത്താണിത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ഛനൊരു കോള്. നമ്മളെ ഹരീഷ് ഏട്ടൻ വിളിച്ചിട്ട്, ബാബേട്ടാ നിങ്ങളടുത്തുള്ള ചേതൊക്കെ ഒന്ന് വേണ്ടീനീന്ന്. എടുത്ത ബൈക്ക് അച്ഛൻ എന്തിനാണ് ഹരീഷേ, നമുക്കൊരു സിനിമ ഉണ്ട്, അതിലേക്ക് സിദ്ദിഖാക്കി വേണമെന്ന് പറഞ്ഞു. സിദ്ദിഖാക്കി ഷൂട്ടിന് വേണ്ടിയിട്ടാണ് ആ വണ്ടി. അപ്പോൾ നമ്മളൊന്നും ആലോചിച്ചില്ല, വണ്ടി ഏതായാലും നമ്മളെ കൂടെ ഉള്ളതല്ലേ, ഒന്ന് പോയി വരട്ടെ എന്ന് വിചാരിച്ച് സിനിമയ്ക്ക് കൊടുത്തു. ആ സിനിമ ഏതാണെന്ന് വെച്ചാൽ എൻ്റെ ഉമ്മാൻ്റെ പേര്. നമ്മളെ ടോവിനോ ചേട്ടനും സിദ്ദിഖായും എല്ലാവരും തകർത്ത് അഭിനയിച്ചൊരു ഫിലിമാണ്. ആ ഫിലിമിൽ അഭിനയിക്കാൻ, അല്ലെങ്കിൽ എല്ലാവരും ഒന്ന് കാണാൻ വേണ്ടിയിട്ടൊരു ഭാഗ്യം നമ്മളെ ചേതക്കിനുണ്ടായി. അതൊരു വലിയൊരു ഇതായിട്ട് കാണുകയാണ്. ആ ടൈമിൽ നമുക്ക് ഒരു ചെറിയൊരു വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു, നിങ്ങളെല്ലാവരും കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. കാണാത്തവർക്കായിട്ട് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ അത് ഞങ്ങളൊക്കെ എല്ലാവരും സ്റ്റാറ്റസ് ഇട്ട് ഒന്ന് പൊലിപ്പിച്ചൊരു വീഡിയോ ആണത്. രണ്ടാളും, നമ്മളെ ടോവിനോ ചേട്ടനായാലും സിദ്ദിഖായാലും രണ്ടാളും ഓടിക്കുന്ന വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഷൂട്ടിൻ്റെ സമയത്ത് അവിടെ പോയിട്ടുണ്ടായിരുന്നു, കാണാൻ പറ്റിയിട്ടില്ല. അവിടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.